ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പുതിയ മിഷനറികൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സുകാരനായ ഡോക്ടറേറ്റ് നേടിയ മോഹൻകുമാറും എൻ്റെ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ്. നമസ്കാരം. യാത്രാചരിത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവമായ സ്വാഗതം. ഇത് നമ്മൾ കൊല്ലം ജില്ലയിലെ വേങ്ങൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു 10ാം ക്ലാസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ലോകമെമ്പാടും എത്തിപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തിൻ്റെ സാക്ഷാത്കാരം നമുക്കിവിടെ കാണാം. നമ്മൾ നിസാരമെന്ന് നമ്മൾ കരുതുന്ന പലതും മെക്കനൈസ് ചെയ്ത് അത് ഒരു മെഷീനിലൂടെ ചെയ്യുന്ന കുറേ അധികം സാധനങ്ങൾ, കുറേ അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. ഞാൻ മോഹൻകുമാർ, കൊല്ലം ജില്ലയിൽ വേങ്ങൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ച ഒരു മെഷീനാണിത്. അതായത് 2018 ഞാൻ ഈ മെഷീൻ കണ്ടുപിടിച്ചു. 2018 ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയ ഒരു മെഷീനാണിത്. ഈ മെഷീൻ ഇതുപോലെ റബ്ബർ മരത്തിൽ നിന്നും പാൽ ശേഖരിക്കാൻ ആ കപ്പ് വയ്ക്കുന്ന ഹാങ്ങർ ഉണ്ടാക്കുന്ന മെഷീനാണിത്. അപ്പം ഈ മെഷീൻ പേറ്റൻറ്റ് കൊടുത്തപ്പോൾ അവർ അറിയിച്ച് ലോകത്ത് ഇങ്ങനെയുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എനിക്ക് സെർച്ച് റിപ്പോർട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു മെഷീൻ. അപ്പം ഇത് ഒരു ഹൈ സ്പീഡ് മെഷീനാണ്. അതായത് ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വെറും 2 സെക്കൻഡ് മാത്രം സമയം മതി. നമ്മൾ മെഷീനകത്തോട്ട് ഈ 2.5 മില്ലി കനമുള്ള ഇരുമ്പ് കമ്പിയാണ് ഇതിനകത്ത് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. ആ കമ്പിയുടെ ഒരു എൻ്റെ മെഷീനകത്തോട്ട് കണക്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. ബാക്കിയെല്ലാം മെഷീനാണ് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിപ്പോൾ എത്ര വർഷമായി ഈ മെഷീൻ്റെ കണ്ടുപിടുത്തം? അതായത് ഞാൻ മെഷീൻ കണ്ടുപിടിക്കാനായിട്ട് 13 മാസം എടുത്തു ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ. അപ്പം 2018 ഇതിൻ്റെ വർക്ക് തീർന്നത്. അപ്പോൾ ഞാനിത് മത്സരത്തിന് വയനാട് ഒരു മത്സരത്തിന് MS സ്വാമിനാഥൻ റിസർച്ച് സെൻറ്ററിൽ ഇത് മത്സരത്തിന് കൊണ്ടുപോയി. അവിടെ ഏതാണ്ട് 67ഓളം ഐറ്റങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് ഇതിന് കിട്ടി. 2018 ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് ഈ മെഷീന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പേറ്റന്റ് ഉണ്ടോ? ഇപ്പോൾ പേറ്റന്റ് ഉണ്ട്. പേറ്റന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ അന്ന് മുതൽ ഇതിന് പ്രയോറിറ്റി ഉണ്ട്. അപ്പം ആ പേറ്റന്റ് ഓഫീസിൽ നിന്നാണ് നമുക്ക് അറിയിപ്പ് സെർച്ച് റിപ്പോർട്ട് അയച്ചു തന്നത് ഇത് ലോകത്തെങ്ങും ഇല്ല എന്നുള്ളത്. ഈ മെഷീൻ ഇപ്പോൾ നിർമ്മിച്ച് നിങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം അപ്പോൾ ഈ കപ്പ് ഹാങ്ങർ ഇതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സിനാണ് നമ്മൾ ഇതുവരെ മെഷീൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 10ഓളം മെഷീൻ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് തന്നെ വീണ്ടും മെഷീൻ പല രണ്ട് രീതിയിലുള്ള കമ്പി ഉപയോഗിച്ചടിക്കുന്ന മെഷീനും സാധാ കമ്പി ഉപയോഗിച്ചടിക്കുന്ന അങ്ങനെ പല മെഷീൻ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിൻ്റെ കൂടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ വന്ന് നടക്കുന്നത്. 17 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റായിട്ട് വരുന്നത്. അതായത് ഫൈനൽ പ്രോഡക്റ്റായിട്ട്. അതെ. അപ്പം മെഷീൻ കമ്പിയെ വലിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്, ആദ്യത്തെ പ്രോസസ്സ്. അതുപോലുള്ള 17 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഒരു സാധനം ഇത് ഫോമായി വരുന്നത്. ഈ 17 ഘട്ടങ്ങൾ 2 സെക്കൻഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് 39ഓളം സ്പെയർ പാർട്സുകളാണ് ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ 39 സ്പെയർ പാർട്സുകളും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്.
ഇതിന് എന്ത് വില? ഇത് മെഷീൻ്റെ വില 4,30,000 രൂപയാണ്. പിന്നെ ടാക്സ് സെപ്പറേറ്റ് വരും. ഇതിന് കറണ്ട് ആവശ്യമുണ്ടോ? കറണ്ടിൽ, അതായത് 1 HP മോട്ടോർ ഉപയോഗിച്ച് തന്നെ അത്രയും ലോഡേ മെഷീൻ ആവശ്യമുള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ 1 HP മോട്ടോർ വെച്ചാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇത് ഒരു മണിക്കൂറിൽ എത്ര കപ്പ് ഹോൾഡർ നിങ്ങൾക്ക് ഇത് നമുക്ക്, അതായത് ഇതിനകത്ത് മെയിനായെന്ന് പറഞ്ഞാൽ കമ്പിയുടെ ഗ്രേഡ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം സാധാരണ നമുക്ക് ടാറ്റ കമ്പി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നതിലേക്ക് നല്ല റോ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി കമ്പിയാണ്. അപ്പോൾ ആ ഒരു കമ്പിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡിൽ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ സാധാരണ കസ്റ്റമറൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രേഡ് ഇത് കുറഞ്ഞ കമ്പിയാണ്. അപ്പോൾ നമ്മൾ 3 സെക്കൻഡ് 4 സെക്കൻഡ് എന്നുള്ള അത്രയും കമ്പിയുടെ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ ടൈം ഇതിനകത്ത് സ്പീഡ് സെറ്റ് ചെയ്യേണ്ടി വരും. വേറെ എന്തെങ്കിലും മെഷീനുകൾ താങ്കൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ ഒരു പ്രോജക്റ്റാണ് പുരയിടം കിളയ്ക്കുന്ന മെഷീൻ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ നടക്കുവാണ്. അപ്പോൾ അത് ഇപ്പോൾ നബാർഡിൽ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം വികലാംഗർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ അനായാസം മെഷീനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പുരയിടം കിളയ്ക്കാം. അതായത് പുല്ല് ചെത്തുന്നത് മുതൽ 1.5 അടി ആഴത്തിൽ വരെ ഉഴുതും പോകാൻ പറ്റുന്ന രീതിയിലാണ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വന്നത്? ഞാൻ എനിക്ക് വിദ്യാഭ്യാസം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും ചെറുപ്പകാലത്ത് തന്നെ ഈ ടെക്നിക്കൽ വർക്കുകളോട് എനിക്ക് വലിയ ഒരു ഇതുണ്ട്. ഓരോ സാധനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് പലതിലും അതിശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ കണ്ട് ഓരോ സാധനങ്ങൾ ഞാൻ നിർമ്മിച്ച് തുടങ്ങി. ഇപ്പോൾ ഞാൻ ഈ മെഷീൻ നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഇലക്ട്രോണിക്സ് കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്യാമറയുടെ എല്ലാം റിപ്പയറിംഗ് ആണ്. ക്യാമറ, വാച്ച്, ഇതിൻ്റെ എല്ലാം റിപ്പയറിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ എല്ലാം സ്പെയർ പാർട്സുകൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കി, അതുപോലെ ഞാൻ ആ സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കിയിട്ട് ആണ് ചെയ്യുന്നത്. വാങ്ങിക്കാനൊന്നും ക്യാമറയുടെ സ്പെയർ പാർട്സുകളൊന്നും കിട്ടത്തില്ല. അങ്ങനെ എല്ലാം നിർമ്മിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് മെഷീൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി കടയിൽ എനിക്ക് ഷോപ്പിൽ പോകാൻ സമയമില്ലാതായി. എൻ്റെ വൈഫാണ് കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. വാച്ച്, ഇലക്ട്രോണിക്സ്, ഇതിൻ്റെ എല്ലാം വൈഫാണ് നോക്കുന്നത്. ഇപ്പം വാച്ചുകടയുടെ ഫുൾ ഉത്തരവാദിത്വം തന്നെയാണോ? സ്റ്റാഫ് ഉണ്ടോ അവിടെ? സ്റ്റാഫില്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. റിപ്പയറിങ്ങും സെയിലും ഉണ്ടോ? സെയിലും ഉണ്ട്. ക്ലോക്ക്, വാച്ച് എല്ലാം. പിന്നെ എൻ്റെ കസ്റ്റമർക്കെല്ലാം അറിയാം. പുള്ളി ഇപ്പം മിഷൻ വർക്ക് ആയതുകൊണ്ട് പിന്നെ ഡിഫിക്കൽട്ടായിട്ടൊക്കെ ഉള്ളത് തന്നുവിടും. പുള്ളി എല്ലാം ചെയ്യും. രാവിലെ ഞാൻ കൊണ്ട് കൊടുക്കും. പിന്നെ ഓർഡിനറി വാച്ചുകൾ ഫുള്ള് ഞാൻ ചെയ്യും. ക്ലോക്കും എല്ലാം. രാവിലെ എപ്പോൾ പോകും കടയിലൊക്കെ? രാവിലെ 10 മണിയാകുമ്പോൾ പോകും. ഇവിടുത്തെ എല്ലാം ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് പോവും. 7 മണി വരെ ഇരിക്കും. 7 മണി വരെ ഇരിക്കുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന കസ്റ്റമറെ കാണാൻ പറ്റുന്ന 6 മണിക്കാൻ വരുമ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കസ്റ്റമർ എല്ലാം നല്ല സ്നേഹവും സഹകരണമാണ് ഈ കാര്യത്തിൽ. പുള്ളി ഇങ്ങനെ ഇത്രയും വലിയതായതുകൊണ്ട് അവരിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാർ എല്ലാം ഭയങ്കര സഹകരണവും സപ്പോർട്ടും എൻ്റെ കസ്റ്റമറെല്ലാം. മക്കൾ 2 പേര്. മൂത്തവൻ വിനായക, ഇളയത് കാർത്തിക്. മൂത്തവൻ IT ചെയ്തിരിക്കുന്നു, ഇളയത് +1 ദേവന് സ്കൂൾ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മെഷീൻ കണ്ടു. ഇനി ഞാൻ ചെയ്ത ഒരു ഓഫീസ് കൂടെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഞാൻ ചെയ്ത ഒരു ഓഫീസ്. അതായത് വെറും 96 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ ഈ ഓഫീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 96 സ്ക്വയർ ഫീറ്റിൽ തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റ് തന്നെ 17 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 96 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് തന്നെ 17 പേർക്ക് ഇരിക്കാം. പിന്നെ അതുകൂടാതെ ഇതിനകത്തൊരു ഇത് കട്ടിലായിട്ടും ഉപയോഗിക്കാം. ഇത് കട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ഉപയോഗമില്ലെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. പിന്നീട് ഇതിനകത്ത് ഒരു അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 240 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു അക്വേറിയമാണ്. ഇതിലെ വെള്ളം തന്നെ ശുദ്ധീകരിച്ച് വീണ്ടും അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം നിറച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് ഇതുവരെ ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ടില്ല. പിന്നെ ഈ ഓഫീസിനകത്തുള്ള ഒരു ചെറിയ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നമ്മുടെ ഓഫീസ് കൗണ്ടർ, ഈ ഓഫീസ് കൗണ്ടർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം. നല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാം. പിന്നെ
അതുകൂടാതെ നമ്മൾ ഇതിനകത്തൊരു ടീപ്പോ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇരിക്കാവുന്ന 2 പേർക്ക് ഇതിലും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 96 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 19 പേർക്ക് ഇരിക്കാം. ടീപ്പോയായിട്ട് ഉപയോഗിക്കാം, സീറ്റായിട്ട് ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ മടക്കി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാം. ലോക്കറുണ്ട്, ആവശ്യമില്ലാതെ മടക്കി വെക്കാം. പിന്നെ ഇതിൽ ഈ ക്ലോക്ക് ഇത് 100% ഹാൻഡ് മെയ്ഡാണ്. ഇത് ഞാൻ ഇരുമ്പിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ക്ലോക്ക്. ഇതിൻ്റെ സൂചി വരെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അതുകൂടാതെ ഈ ഓഫീസിനകത്തൊരു ബാർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വാഷ് ബേസിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് തണുത്ത വെള്ളം ചൂടുവെള്ളം ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇതെടുക്കാം. വെള്ളം അങ്ങ് പുറത്ത് വയ്ക്കണം. പിന്നെ സോഡ അടിക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇതിനകത്തൊരു ഊഞ്ഞാലും ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. ഈ ഊഞ്ഞാല് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനുസരിച്ച് ഇതിനകത്തൊരു ഷോക്ക് ഓബ്സർവ് സംവിധാനങ്ങൾ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉള്ള ഒരു ഊഞ്ഞാലാണ്. എന്നുണ്ടെങ്കിൽ അതും ഹൈഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഈ 96 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഒരു DTS സിനിമാ തിയേറ്ററാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം. നാൾക്ക് നാൾ വളർന്നു വരുന്ന ഈ ഒരു സംരംഭം ഇനിയും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.